ആദ്യമായിട്ട് ഒരു വിമാനയാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറുകയും എയർപോർട്ടിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആദ്യം ഇൻ്റർനാഷണൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പടച്ചോനെ, ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എന്ത് ചെയ്യണം, എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറണമല്ലോ. അതിൻ്റെ എൻട്രി പോയിന്റ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന പോലെ നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറുമ്പം തന്നെ നമ്മൾ ആ ഫ്രണ്ട് എൻട്രീൻ്റെ ഭാഗത്ത് ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ പാസ്പോർട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ID കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതുകൂടാതെ തന്നെ നമ്മൾ വിമാന ടിക്കറ്റും അവർക്ക് കാണിച്ചു കൊടുക്കണം. വിമാന ടിക്കറ്റിൻ്റെ കേസ് പറയുമ്പം നിങ്ങൾ അപ്ലിക്കേഷൻ ത്രൂ ഒക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പേപ്പർ കയ്യിൽ കരുതുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കാൻ സിമ്പിളാണ്. മറ്റേത് നമ്മൾ ആ സമയത്ത് ഇതിങ്ങനെ തപ്പണം, അയ്യോ ഇത് കാണുന്നില്ലല്ലോ, മറ്റേത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് ലഗേജോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. നമ്മളെ നിശ്ചിത എയർലൈൻ ഏതാണോ, ഇപ്പം ചിലപ്പോൾ ഇൻഡിഗോ ആയിരിക്കാം, അല്ലെങ്കിൽ എയർ ഇന്ത്യ ആയിരിക്കാം, അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എയർലൈൻ ആയിരിക്കാം നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളടുത്ത് ലഗേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യണമല്ലോ. ഇത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വിമാനത്തിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. ഈ ബോർഡിംഗ് പാസ് ഇല്ലാതെ നമുക്ക് വിമാനത്തിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇന്റർനാഷണൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡിംഗ് പാസ് മസ്റ്റാണ്. നമ്മളെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് എടുക്കുക എന്നുള്ളതാണ്. ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് നമ്മളെ എയർലൈൻ ഏതാണോ ആ ഒരു എയർലൈനിൻ്റെ കൗണ്ടറിലേക്ക് ചെല്ലുന്നു. കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും മറ്റു ഡീറ്റെയിൽസും നമ്മളവിടെ കൈമാറുമ്പം അവർ നമുക്ക് ഇതുപോലത്തെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് എടുത്ത് തരും. ആ സമയം തന്നെയാണ് നമ്മുടെ ലഗേജ് ഡ്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനും വരുന്നത്. നമുക്ക് 2 തരത്തിൽ ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് ഹാൻഡ് ബാഗേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്തിട്ട് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും നമുക്ക്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് 7 കിലോയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വിമാനത്തിൻ്റെ കാർഗോ ഏരിയയിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പം നമ്മൾ അതവിടെ ഡ്രോപ്പ് ചെയ്യണം. ആ ഒരു കൗണ്ടറിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, ഫർദർ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലഗേജ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, അവരത് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കോളും. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സംഗതി നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടുമോ, എന്തെങ്കിലും ഇത് കിട്ടാതിരിക്കുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട, അതൊക്കെ അവിടെ എത്തിക്കോളും. പിന്നെ എയർലൈനിൻ്റെ അടുത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതികളുണ്ട്. അതായത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിൽ, അതായത് ബാഗേജിൽ 100 മില്ലിയിലധികം ഒരു ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ സ്പ്രേയോ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങൾ ലഗേജിലേക്ക് മാറ്റാം, അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുറത്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പം അത് സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലഗേജിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത സംഗതികളിൽ പെട്ടതാണ് ഈ ലാപ്ടോപ്പ്, പിന്നെ പവർ ബാങ്ക്, പിന്നെ ബാറ്ററി ഐറ്റംസ് ഒക്കെ നമുക്ക് ലഗേജിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതായത് നമ്മൾ വിമാനത്തിലേക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ഒരു 3 സംഗതികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ മാരകായുധങ്ങൾ അങ്ങനത്തെ സംഗതികളൊന്നും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം തന്നെ സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പറ്റി ആദ്യം തന്നെ റിസർച്ച് ചെയ്യുക. അല്ലെങ്കിൽ പോയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക. പിന്നെ അവരോട് എന്ത് ഉറപ്പ് വരുത്തി എന്നുണ്ടെങ്കിലും ഇന്റർനെറ്റിലൊക്കെ ഒന്ന് പരത്തുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ നിയമങ്ങൾ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കൊല്ലം മുന്നത്തെ നിയമങ്ങളാവില്ല ഇപ്പോഴത്തെ നിയമങ്ങൾ. ഓരോ സംഗതികളിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എയർലൈൻ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എയർലൈൻ കമ്പനികളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമ്മളെ A to Z കാര്യങ്ങൾ ഫുൾ അവർ പരിശോധിക്കും. അതായത് ബെൽറ്റ്, ഷൂ, ചില സമയത്ത് ഷൂവും പിന്നെ വാച്ച്, എന്തൊക്കെ സംഗതികളുണ്ടോ, നമ്മൾ ശരീരത്ത് എന്തൊക്കെ സംഗതികളുണ്ടോ, ഡ്രസ്സൊന്നുമല്ല, ശരീരത്ത് എന്തൊക്കെ സംഗതികളുണ്ടോ, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ബീപ്പ് അടിക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അത് ഫുൾ അവർ അഴിച്ചിട്ട് ഒരു ട്രയൽ വെക്കാൻ പറയും. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സൈഡിൽ ഒരു ഭാഗത്തായിട്ട് ട്രേകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അതിലേക്ക് നമ്മുടെ ബാഗും, പിന്നെ ബാഗിൽ നിന്ന് ചിലപ്പോൾ ഈ ബാറ്ററീസ്, പിന്നെ ലാപ്ടോപ്പ്,
ക്യാമറാസ്, ഇതൊക്കെ നമുക്ക് പുറത്തെടുത്ത് വെക്കേണ്ടി വരും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളെ തൂക്കിയെടുത്ത് ആ സൈഡിലേക്ക് മാറ്റി കൊണ്ടുപോകും. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ യാത്രകളൊക്കെ പ്രശ്നം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. അവിടെ നിന്ന് അവരെന്താണോ പറയുന്നത് അത് മര്യാദയ്ക്ക് ചെയ്യുക. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഡൊമസ്റ്റിക് യാത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമിഗ്രേഷൻ്റെ സംഗതി ഉണ്ടാവില്ല. നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ എമിഗ്രേഷൻ എന്നുള്ള സംഗതി നമുക്ക് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ എമിഗ്രേഷൻ എവിടെ എന്നിങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എമിഗ്രേഷൻ്റെ ഭാഗത്ത് പോവാം. എമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ പാസ്പോർട്ടും പിന്നെ ബോർഡിംഗ് പാസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ സീൽ വെച്ച് തരും. ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ എന്തിനാണ് പോകുന്നത്, എന്താണ് പർപ്പസ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അവരുടെ മുന്നൊന്നും അങ്ങനെ ഓവറായിട്ട് ബഹളവും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാക്കരുത്. അത് നിങ്ങളുടെ യാത്രയെ ബാധിക്കുന്ന സംഗതികളാണ്. കാര്യപ്പെട്ട്, അതായത് അവർ ചോദിക്കുന്നതിനൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാം. അല്ലാതെ ഉഡായിപ്പ് കളിച്ചിട്ട് നമ്മൾ ഓക്കെ ഞാൻ അങ്ങനെ ഉഡായിപ്പ് കളിച്ചിട്ടുള്ള ഒരു സംഗതിക്കും നിൽക്കരുത്. നിങ്ങളോട് ചോദിക്കുന്നത് എന്താണോ അതിനുള്ള ജെന്യുവൻ ആയിട്ടുള്ള മറുപടികൾ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ പൊക്കും. ഉഡായിപ്പ് കളിച്ചിട്ട് നിങ്ങൾ ഉഡായിപ്പിന് വേണ്ടിയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് അവർ പൊക്കും. അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഉഡായിപ്പിനാണ് പോണത്, പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. അങ്ങനെയുള്ള ഒരു ഉഡായിപ്പ് പരിപാടിക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ പൊക്കും. ഇത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിലപ്പം ലൈഫ് ടൈം ബാനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള മറുപടികൾ പറയാം. ഇനിയാണ് അവസാന സ്റ്റെപ്പ്. ഇനി ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി ഫ്രീകളൊക്കെ കാണാൻ പറ്റും. അപ്പം അവിടെ നിന്ന് വല്ലാതെ തിരിഞ്ഞു കളിക്കാതെ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഗേറ്റ്, ആ ഒരു ഗേറ്റ് ആദ്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഗേറ്റ് കണ്ടെത്തിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പോവാം. ഓക്കെ. അപ്പം അതിനുശേഷം ഗേറ്റ് കണ്ടതിന് ശേഷം ചില സമയങ്ങളിൽ എയർലൈന് ഗേറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിലേസും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പം ചിലപ്പം നമ്മളെ ഒരു 5ാമത്തെ ഗേറ്റിൽ നിന്നും 6ാമത്തെ ഗേറ്റിലേക്കോ അല്ലെങ്കിൽ 4ാമത്തെ ഗേറ്റിലേക്കൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ഏത് സമയത്തും നമ്മൾ ആ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും. നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും ഡിപ്പാച്ചർ ടൈമും ബോർഡിംഗ് ടൈമൊക്കെ കാണിച്ചിട്ട് ഒരു ഡിസ്പ്ലേ കാണാൻ പറ്റും. അത് എപ്പോഴെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എയർലൈൻ്റെ സ്റ്റാഫോ കാര്യങ്ങളോ അവിടെ ഉണ്ടാവും. അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യാതൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ കാത്തിരിക്കാത്ത ഒരേ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റാണ്. അവർ ഡിപ്പാർച്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ, അതായത് അവർ ഗേറ്റിൽ നിന്നും പുഷ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിമാനത്തിലേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ഗേറ്റിലേക്ക് എത്തുന്നതും ആ ഒരു വിമാനം ജസ്റ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് അവർ പറയുന്നതും ഒരുമിച്ചാണ്. ഞാനൊരാളല്ലേ ഉള്ളൂ, എനിക്ക് എങ്ങനെയും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാൽ മതി എന്നോടുകൂടി ഞാൻ ഒരു കേണ ഉപേക്ഷിച്ചിട്ടുണ്ട് അവരോട്. പക്ഷേ അവരത് കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വൺസ് അത് പുഷ് ബാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഷ് ബാക്ക് ചെയ്ത് തന്നെയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് കിട്ടില്ല, ആ ഫ്ലൈറ്റിൽ നമുക്ക് കയറാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എയർലൈനിൻ്റെ സ്റ്റാഫുകളോട് കാര്യങ്ങൾ സംസാരിക്കുക, ക്ലിയർ ചെയ്യുക. ഒന്ന് ക്ലിയർ ചെയ്യണത് നന്നാവും. നമ്മൾ ഇപ്പം ഗേറ്റ് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഈ ഗേറ്റിൽ തന്നെ അല്ലേ വരുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ സംഭവമാണ്, എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ അനാവശ്യ സംഗതികളൊന്നും വിളിച്ച് പറയാൻ പാടില്ല. ലൈക്ക് ഈ ബോംബെന്നോ അല്ലെങ്കിൽ തോക്കെന്നോ അങ്ങനത്തെ കേസുകളൊന്നും ഒരിക്കലും സംസാരിക്കാനേ പാടില്ല. അത് നിങ്ങളെ യാത്രയെ നല്ല പോലെ ബാധിക്കും. ബോംബ് എന്നെങ്ങാനും ആൾ കേട്ട് കഴിഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അവർ 24 hours ഓരോരുത്തരും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം നല്ലപോലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ബോർഡിങ്ങിനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വരും. എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പം അവർ കറക്റ്റ് ആ ടൈമിൽ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബോർഡിങ് ടൈമും ഡിപ്പാർച്ചർ ടൈമും വേറെ ടൈമാണ്. ഈ ബോർഡിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വിമാനത്തിനുള്ളിലേക്ക് അവർ കയറ്റുന്ന സമയമാണ്. പിന്നെ ഡിപ്പാർച്ചർ ടൈം എന്ന് പറയുന്നത് നമ്മുടെ വിമാനം അവിടുന്ന് പോകുന്ന ടൈമാണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ബോർഡിംഗ് ടൈമിൻ്റെ മുന്നേ തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിനുണ്ടാക്കും. ചിലപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമാനം പോകാനൊക്കെ സാധ്യതയുണ്ട്, നിങ്ങളെ കാത്തുക്കൂല. അത് ആ കറക്റ്റ് ടൈമിന് തന്നെ ഡിപ്പാർച്ചർ ചെയ്ത് പോകും. നമ്മൾ ഈ ഡൊമസ്റ്റിക് ട്രാവലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മുടെ എയർപോർട്ടിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റേതൊക്കെ കുറച്ച് ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് മാത്രമല്ല, നമ്മൾ ഈ ബാഗേജ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് ടൈം എടുക്കുന്ന പ്രൊസീജിയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പിടിച്ച പരിപാടി ഒന്നും അവിടെ നടക്കില്ല. ഈ ഇൻ്റർനാഷണൽ യാത്രകൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 hours മുന്നെങ്കിലും നമ്മുടെ എയർപോർട്ടിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഡൊമസ്റ്റിക്കിൻ്റെ പോലെയല്ല, നമുക്ക് 3 സംഗതികൾ അവിടെ വരാണ്ട്. ഒന്ന്, നമ്മുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയ, പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ്റെ ഏരിയ. ഈ 3 സംഗതികളും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള ഈ ബോർഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു ഗേറ്റിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ. എടുത്ത പിടിച്ച പരിപാടികളൊന്നും അവിടെ നടക്കില്ല. അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ എത്തുക. അങ്ങനെ ബോർഡിങ്ങിൻ്റെ സമയമാകുമ്പം അവർ നമ്മുടെ ബോർഡിംഗ് പാസും പിന്നെ നമ്മുടെ ID ഏതാണോ, അതായത് ഇൻ്റർനാഷണൽ യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടായിരിക്കും. ഇത് രണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എയർലൈൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അതിനുശേഷം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും സംഗതികൾ, ഈ ഒരു 4-5 കാര്യങ്ങൾ, ഈ സ്റ്റെപ്പുകൾ നമ്മൾ കറക്റ്റായിട്ട് വിശദീകരിച്ച് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.